ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. താമസിച്ചാണ് എഴുന്നേറ്റ്. സ്കൂളിലെങ്ങും പോകാത്തതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയായിരുന്നു. അമ്പലത്തിലും പോയില്ല കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ മീനുട്ടിനെ ട്യൂഷന് വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് കറിനാരങ്ങ വാങ്ങിയായിരുന്നു. അപ്പം കുറേ ദിവസം കൊണ്ട് ഓർക്കുന്നു. ഞാൻ ഓണത്തിലേക്ക് അച്ചാറൊക്കെ ഇട്ടു കേട്ടോ. കടുമാങ്ങ ഇട്ടു, ചെറുനാരങ്ങ അച്ചാറിട്ടു, പിന്നെ കാന്താരി അച്ചാറിട്ടു, പിന്നെ ചൂര അച്ചാറാന്നിട്ട് എല്ലാം ഇരിപ്പുണ്ട്. എന്നാലും ഈ കറിനാരങ്ങ വെള്ളക്കിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ കറിനാരങ്ങ വാങ്ങി നമുക്ക് അച്ചാർ വെള്ളമൊക്കെ കാന്താരി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നമുക്കൊന്ന് അച്ചാറിട്ട് വെക്കാനൊക്കെ ഓർത്തു. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പാവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടി. പാവയ്ക്ക മെഴുക്കുവരട്ടി മീൻ വറുത്തുണ്ടെങ്കിൽ മീനുവിന് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ പാവയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ച പാവയ്ക്കയാണ്. അതുകൊണ്ട് അത്ര വിഷമൊന്നും അടിക്കാത്ത നല്ല പാവയ്ക്ക കൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും വലിയ കയ്പൊന്നുമില്ലായിരുന്നു. നല്ല പാവയ്ക്കായിരുന്നു. അപ്പോൾ സാധാരണ പാവയ്ക്ക എങ്ങനെയാണ് നമ്മൾ മെഴുക്കുവരട്ടി വയ്ക്കുക അതേപോലെ ഒന്ന് അരിഞ്ഞ് കുറച്ച് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞു കടുക് വറുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടില്ല കേട്ടോ. കടുക് വറുത്ത ഇവർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ കടുക് ഇട്ടില്ല, അല്ലാതെ അങ്ങോട്ട് ഇത് ഇട്ട് അങ്ങോട്ട് ഉപ്പ് ഇട്ട് തട്ടിപ്പൊട്ടി അങ്ങ് അടച്ച് വെച്ചു. എന്നിട്ട് ഒരു ശകലം ഒരു മുക്കാലോളം വേകാറാകുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂട്ടി ചിക്കി തോർത്തി എടുക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചപ്പം ഞാൻ ഓർത്ത് ആ സമയം കൊണ്ട് നമുക്ക് ഈ കറിനാരങ്ങ അരിഞ്ഞങ്ങ് എടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാനതൊന്ന് ക്ലിയർ ചെയ്തെടുത്തു. ഈ കാണിക്കുന്ന എന്താണെന്നറിയാമോ, ഞാനത് അരിയാൻ തുടങ്ങിയില്ലേ അവിടെ തൊട്ട് അവസാനം വരെ ഞാൻ വിടാതെ അരിഞ്ഞു. അതങ്ങനെ സക്സസ് ആയത് നിങ്ങളെ കാണിക്കണം ഗൈസ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പം നിങ്ങളും കൂടെ കണ്ടോളൂ കേട്ടോ. എല്ലാവരും ഓർക്കും എനിക്ക് വട്ടാണോന്നില്ല, പക്ഷേ അത് അത്രയും നല്ല ഭംഗിയായിട്ട് പൂർത്തീകരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാരങ്ങ. അങ്ങനെ തന്നെ കുറേ തിന്നാൻ തോന്നി. എന്നിട്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ നിന്നെടുത്ത് ഞാനൊരു കുപ്പിപ്പാത്രത്തിലോട്ട് മാറ്റി. കാരണം ഇത് ബാക്കിയെല്ലാം റെഡിയായി വരുന്നിടം വരെ ഉപ്പിട്ട് നമുക്കങ്ങ് വയ്ക്കാം. സ്റ്റീൽ പാത്രത്തിൽ വെച്ചാൽ അതങ്ങോട്ട് പാത്രവുമായിട്ട് അങ്ങോട്ട് യോജിക്കില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതും കൂടി ഇട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി എടുത്ത് നല്ല കുറച്ച് നേരം അടച്ച് വെച്ചു. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി വരും. ഒരു ദിവസം വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമ്മൾ രാത്രിയായിരുന്നു രാവിലെ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ഇടുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ജ്യൂസിയായിട്ടൊക്കെ അതിൻ്റെ ആ നീരൊക്കെ ഒന്ന് ഇറങ്ങി നല്ല സൂപ്പറായിട്ട് വന്നേനെ. പക്ഷേ അതിനുള്ള ടൈമില്ല, അതുകൊണ്ട് ഞാനതങ്ങനെ വെച്ചു. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഇവിടെ സെറ്റായിരുന്നു കേട്ടോ. നല്ല പാവയ്ക്കായിരുന്നു. കാരണം ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഈ കയ്പം പാവയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പാവയ്ക്ക. അപ്പോൾ കുറച്ച് വെയിലടിച്ചപ്പോൾ ഞാൻ എൻ്റെ നെറ്റിപ്പട്ടം കഴുകിയിട്ടായിരുന്നു. അതാണ് ഇടയ്ക്ക് ഞാൻ മഴ വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. അത് ഞാൻ അബദ്ധത്തിലൊന്ന് കഴുകുകയും ചെയ്തു. ഇനി അത് ഉണങ്ങി കിട്ടുമോ എന്നൊക്കെ വലിയ ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ അതും സെറ്റായിട്ട് ഉണങ്ങി കിട്ടിയായിരുന്നു കേട്ടോ. വൈകിട്ടത്തേക്കായപ്പോഴത്തേക്ക് അത് സെറ്റായിട്ട് ഉണങ്ങി കിട്ടി. അപ്പോൾ അതിലൊരു നാരങ്ങ എടുത്ത് ഞാൻ കഴിച്ച് നോക്കിയാൽ നല്ല പുളി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലെണ്ണയ്ക്കകത്താണ് ഇടുന്നത്. നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. ചിലവർ ഇഞ്ചി ഇടത്തില്ലായിരിക്കും, പക്ഷേ എനിക്ക് അച്ചാറിൻ്റെ അകത്തൊക്കെ ഇഞ്ചി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഞ്ചി കഴിക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഞ്ചി ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ കാന്താരി തന്നെ ഇട്ട് കൊടുക്കണം. വെള്ള അച്ചാറിന് കാന്താരി ഇട്ട് കൊടുത്താലേ നല്ല ടേസ്റ്റുള്ള ഉണ്ടാവും. നല്ല എരി വയ്ക്കാതെ അടുത്തങ്ങ് അടച്ച് വെച്ച് കൊടുത്താൽ ഈ കാന്താരി പടക്കം പറ്റുന്ന പോലെ കിട്ടുന്നുണ്ട്. ശരിക്കും പൊട്ടുന്നുണ്ട് കണ്ടോ. എന്നിട്ട് അതും കൂടെ നന്നിട്ട് ഒന്ന് ഒന്ന് അമങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ പൊട്ടലും ചീറ്റലും ഒക്കെ മാറും കേട്ടോ. അതുവരെയുള്ള പൊട്ടലും ചീറ്റലൊക്കെയുള്ള. എന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും അതിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ നാരങ്ങ എടുത്ത് അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കി തോർത്തി അങ്ങ് എടുക്കുക. അതിന് ശേഷം കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കണം. ഇറക്കാറാകുമ്പോഴത്തേക്ക് നല്ല സെറ്റ് നാരങ്ങ. ഓണത്തിന് പിന്നെ അത്തമല്ല, എല്ലാവർക്കും അത്ത ആശംസകൾ കേട്ടോ. അപ്പോൾ അത്തമായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നാരങ്ങാച്ചാറിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ ഞാൻ നാരങ്ങാച്ചാർ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് കാണുകയും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തന്ന് സഹായിക്കുകയും ചെയ്യണം. ആ കൂടെ തന്നെ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ എല്ലാവരും ഹൈപ്പ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ നാളെ കാണാം. അതുവരത്തേക്കും ബൈ ബൈ. അപ്പം നിങ്ങളതെല്ലാവരും ഇതേപോലെ തന്നെ അച്ചാറൊന്ന് ഇട്ട് നോക്കണം. നല്ല ടേസ്റ്റാണ്. കുറേ നാൾ ഇരിക്കുകയും ചെയ്യും. അതേ കൂടെ തന്നെ കഞ്ഞിക്ക് കുടിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. നല്ല ചൂട് കഞ്ഞി ഈ അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ്. വീണ്ടും പറയുന്നു, ഓക്കെ, ബൈ ബൈ, സി യു.